പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്ന വിഷയം ലഹരിയെ എങ്ങനെ തടുക്കാമെന്നുള്ളതാണ്. വളരെ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട് ലഹരി മാഫിയയ്ക്കുള്ളിലാണ്. 5000 കോടി വിറ്റുവരവുള്ള മധ്യ കേരളത്തിലാണ് നാം ഇന്ന് താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നത് മുസ്ലിം സ്ഥലങ്ങളായ മലപ്പുറം, പൊന്നാനി പോലെയുള്ള സ്ഥലങ്ങളിലൂടെയാണ്. നമ്മുടെ ഖുർആനിൽ തന്നെ കള്ള് 3 ഘട്ടങ്ങളിലായിട്ടാണ് നിർത്തപ്പെട്ടിരിക്കുന്നതെന്നും ജാഹിലിയ കാലഘട്ടത്തിൽ ഈ മദ്യത്തിൻ്റെ ഉപയോഗം വളരെ വ്യാപകമായിരുന്നുവെന്നും ഖുർആൻ്റെ ആയത്തുകൾ കേട്ടപ്പോൾ തന്നെ അവരതെല്ലാം എറിഞ്ഞുകൊണ്ട് അവർ ശരിയായ ഇസ്ലാമിലേക്ക് വന്നു എന്നുള്ള ചരിത്രമെല്ലാം നമുക്കറിയാം. മദ്യവും ചൂതാട്ടവും പോലെയുള്ള എല്ലാം പിശാചിൻ്റെ തന്ത്രങ്ങളിൽപ്പെട്ടതാണെന്നും അതിൽ ഗുണങ്ങളെക്കാളേറെ ദോഷങ്ങളാണ് എന്നും സൂറത്തുൽ മാഇദയിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, മദ്യം എന്ന് പറയുന്നത് ലഹരിയുടെ മാതാവാണ് എന്ന്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ലഹരി, കഞ്ചാവ് പോലെയുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗം നമ്മൾ നിഷിദ്ധമാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ഹറാമാണ് എന്ന് പറയുന്നത് അതിൽ ലഹരി ഉള്ളത് കൊണ്ടാണ്. ലഹരിയായിട്ടുള്ള എല്ലാ പദാർത്ഥങ്ങളിലും, അതേതുമായിക്കോട്ടെ, അതിലെല്ലാം മനുഷ്യബുദ്ധിയെ തകർക്കുന്ന രീതിയിൽ അവർ പറയുന്നത്, അവർ ചെയ്യുന്നത് എന്താണെന്ന് ഓർമ്മയില്ലാത്ത വിധം അള്ളാഹു കൊടുത്ത ബുദ്ധിയിൽ നിന്ന് മാന്ദ്യം സംഭവിക്കുമ്പോൾ ആണ് ഇതെല്ലാം ഹറാമാകുന്നത്. കള്ള് തന്നെ അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നത് അത് ലഹരി ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് കഞ്ചാവ് പോലെയുള്ള മയക്കുമരുന്നുകളും ഹറാമാണ് എന്ന് നാം പറയുന്നത്. ഇത് കൂടുതലും കുട്ടികൾക്കറിയില്ല. മദ്യം മാത്രമാണ് ഹറാമെന്നും അവർ ഉപയോഗിക്കുന്ന കഞ്ചാവ് പോലെയുള്ള മയക്കുമരുന്നുകൾ ഹലാലാണ്, അത് കുഴപ്പമില്ല എന്നും ചിന്തിക്കുന്ന കുട്ടികളാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. ഇങ്ങനെയുള്ള കുട്ടികളോട് സംസാരിച്ചപ്പോൾ ആ കുട്ടികൾ പറഞ്ഞത്, കഞ്ചാവ് ഒരു ചെടിയല്ലേ, ആ ചെടിയിൽ നിന്നല്ലേ ഇതുണ്ടാക്കുന്നത്, ഇത് കഴിച്ചാൽ ഇപ്പോൾ എന്താ പ്രശ്നം, അത് ഹറാമല്ലല്ലോ, അത് അനുവദനീയമല്ല, അള്ളാഹു ഉണ്ടാക്കിയ ചെടിയല്ലേ എന്നാണ്. ഇങ്ങനെയാണ് കുട്ടികൾ ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്നതിൻ്റെ കുഴപ്പമല്ല, അവരുടെ കൂട്ടുകാർ അവരോട് ഉപയോഗിക്കാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ അവർ അതിലേക്ക് അകപ്പെടാൻ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് ആ രീതിയിലാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ ഇതിൻ്റെ ഉപയോഗിച്ചാൽ അതിൻ്റെ ശിക്ഷയെക്കുറിച്ചും അതിൻ്റെ വരുംവരായികളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലും ബോധവൽക്കരിക്കലും രക്ഷകർത്താക്കളായ നമ്മളും സമൂഹവും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് മാത്രമേ ഈ ലഹരിയെ തടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കൂടുതലായിട്ട് അവർ അതിലേക്ക് അകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുകയും അവർക്ക് വേണ്ടുന്ന ചികിത്സകൾ നൽകുകയും ചെയ്യുക എന്നുള്ളത് മാതാപിതാക്കളായ നമ്മെ സംബന്ധിച്ച് അത് വലിയ ഉത്തരവാദിത്തമാണ്. കാരണം ഈ ലോകത്തിനപ്പുറത്തേക്ക്, ഈ ലോക ജീവിതത്തിനപ്പുറത്തേക്ക് മറ്റൊരു ലോകമുണ്ടെന്നും ആ ലോകത്തിൽ അവർക്ക് സമാധാനമായിട്ട് സ്വർഗത്തിലേക്ക് അകപ്പെടാനുമുള്ള വഴി അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുക. നമ്മുടെ മക്കളെ ഇതിൽ നിന്നെല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.